ASMന്റെ സ്പെഷ്യൽ ക്ലാസ്സുകളാണ് നോക്കുന്നത്. ഇതിൽ കൂടെ തന്നെ നമുക്കിന്ന് ക്ഷേമ പദ്ധതികളും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, പുതിയ SIRTയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏത് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധുവാണ്. നമ്മൾ പഞ്ചാബ് സിന്ധു എന്നല്ല പറയാം. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏത് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധുവാണ്. ഡോബുകൾ കാണപ്പെടുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ PSC ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന സമതലത്തിലാണ്. സമതലങ്ങളിലാണ് ഡോബുകൾ കാണപ്പെടുന്നത്. മെയിനായിട്ട് പഞ്ചാബ് ഹരിയാന സമതലത്തിലാണ്. ഇനി MGNREG ആക്ട്, MGNREG ആക്ട് എന്ന് പറഞ്ഞതിൻ്റെ പൂർണ്ണരൂപം പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് അതിൻ്റെ മുഴുവൻ പേരെന്ന് പറയണത്. അതായത് നമുക്കറിയാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് അതാണ് തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്റ്റാണ് MGNREG ആക്ട് എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ചോദ്യം എപ്പോഴും കാണുന്നതാണ്. 18 വയസ്സിന് മുകളിലുള്ള ആണിനും പെണ്ണിനും ഈ ജോലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ജോലി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 100 ദിവസമേ ആകെ തൊഴിൽ ദിവസം ലഭിക്കുകയുള്ളൂ. ഇനി 369 രൂപയാണ് ഇപ്പോൾ നിലവിലുള്ള ദിവസക്കൂലി എന്ന് പറയുന്നത്. മുൻപ് 346 രൂപയായിരുന്നു. 23 രൂപ കൂടി 369 രൂപയായി. ഏറ്റവും കൂടുതൽ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഹരിയാനയിലാണ്, 400 രൂപയാണ്. ഏറ്റവും കുറവ് ചോദിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്. ഇതൊരു സ്വയം തൊഴിൽ വേതന പരിപാടിയാണ്. ഇതിൽ എത്ര സ്ത്രീകൾ പങ്കുചേരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ഭാഗം എന്ന് പറയുന്നത് 1/1 സ്ത്രീ ആയിരിക്കണം. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്താണ്? അത് നഗരത്തിൽ ഇതേപോലെയുള്ള ഒരു തൊഴിൽ പരിപാടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഇനി ജീവനം എന്ന് ചോദിച്ചിട്ടുണ്ട്. ജീവനം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്ന പദ്ധതി. അതായത് സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഇരയായിട്ട് മരണപ്പെടുമല്ലോ. അപ്പോൾ അവരിനെ ആശ്രയിച്ച് കഴിയുന്ന അവർക്ക് വേറെ മാർഗം ഉണ്ടാവില്ലല്ലോ ജീവിക്കാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന പദ്ധതിയാണ് ജീവനം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. ശ്രദ്ധിക്കണം, ഒരിക്കൽ അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞു വന്നത് ദേശീയത ഇല്ല. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ ആളുകൾക്ക്, അതായത് വിദഗ്ധരായവർക്ക് എന്തിനാണ് ചെറിയ കൂലി കൊണ്ടുള്ള ജോലി, അവിദഗ്ധരായ ആളുകൾക്കാണ് ഈ ജോലി. ഇനി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവിതരണ സമ്പ്രദായമാണ്. പൊതുവിതരണ സംവിധാനം, റേഷൻ കട, മാവേലി സ്റ്റോർ, അങ്ങനെയുള്ള പൊതുവിതരണ സമ്പ്രദായമാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നത്. ഇനി PM പോഷൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം എന്താണ് ചോദിച്ചിട്ടുണ്ട്. PM പോഷൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 8 ക്ലാസ് വരെയുള്ള 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതിയാണ് PM പോഷൻ. പോഷൻ പറയുമ്പോൾ ഉച്ചഭക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തുക. അടുത്തത് ലോക തണ്ണീർത്തട ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചതാണ്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരി 2-നാണ്. അതിലെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവുമാണ്. ഫെബ്രുവരി 2 പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവുമാണ്. ഇനി മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. അതിൽ 2025 പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഓൾ വുമൺസ് ആൻഡ് ഗേൾസ് ഈക്വാളിറ്റി ആൻഡ് എംപവർമെന്റ്. നമുക്കിനി എല്ലാത്തിൻ്റെയും പ്രമേയം ഓരോ വർഷങ്ങളിൽ 2023 പ്രമേയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2023, 2023, 2024 ഓരോ ദിവസത്തിൻ്റെയും പ്രമേയത്തിൻ്റെ സീരീസ് നമുക്ക് ക്ലാസ്സിലുണ്ട്. ഇനി അത് അടുത്ത ക്ലാസ് ആയിട്ട് എടുക്കും. ഇനി നോക്കൂ, നമുക്ക് കുറച്ച് ക്ഷേമ പദ്ധതികൾ നോക്കാം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. 18 വയസ്സ് താഴെയുള്ളവരുടെ ക്യാൻസർ, ഹൃദയ, കിഡ്നി ചികിത്സാ പദ്ധതിയാണ് ആരോഗ്യകിരണം. 18 വയസ്സ് താഴെയുള്ളവരുടെ ക്യാൻസർ, ഹൃദയം, കിഡ്നി ചികിത്സാ പദ്ധതിയാണ് ആരോഗ്യകിരണം. 18 വയസ്സ് താഴെയാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. കിടപ്പ് രോഗികളുടെ ശുശ്രൂഷ, അതാണ് ആശ്വാസകിരണം. അതായത് കിടപ്പ് രോഗികളായ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാസം
ഈ 600 രൂപയൊക്കെ കിട്ടുന്നുള്ളൂ ഞങ്ങളുടെ ചില ഇവിടെയൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന രോഗികളെ പരിപാലിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയ പൈസ കൊടുക്കുന്നതാണ് നമ്മളെന്ത് പറയുക, ആശ്വാസ കിരണം. അതിനാണ് ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് കേട്ടോ. എൻഡോസൾഫാൻ കിടപ്പ് രോഗിയെ പരിചരിക്കുന്നവർക്കുള്ള സഹായമാണ് സ്പെഷ്യൽ ആരോഗ്യ കിരണം. എൻഡോസൾഫാൻ, നമ്മൾ എൻഡോസൾഫാൻ കൊടുക്കുന്നത് സ്നേഹസാന്ത്വനമുണ്ട് കേട്ടോ, അത് എൻഡോസൾഫാൻ ഇരയായവർക്ക്. ഇതെന്താണ്? എൻഡോസൾഫാൻ കിടപ്പ് രോഗിയെ പരിചരിക്കുന്നവർക്കുള്ള സഹായമാണ് സ്പെഷ്യൽ ആരോഗ്യ കിരണം. വിധവകൾക്ക് അഭയം കൊടുക്കുന്ന ബന്ധുക്കൾക്കുള്ള സഹായ പദ്ധതിയാണ് അഭയകിരണം. അതായത് വിധവകൾക്ക് ഒരു അഭയം കൊടുക്കുക, ആ അഭയം കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു സഹായ നിധിയാണ് അഭയകിരണം. അംഗപരിമിത മാതാപിതാക്കളുടെ മക്കൾക്കുള്ള ധനസഹായമാണ് വിദ്യാകിരണം. അതായത് അംഗപരിമിത, എന്തെങ്കിലും വൈകല്യം വന്നവരൊക്കെ അങ്ങനെയുള്ളവരുടെ മാതാപിതാക്കൾ, അങ്ങനെയുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധനസഹായം കൊടുക്കുന്നതാണ് വിദ്യാകിരണം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അംഗപരിമിതരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാജ്യോതി. ഇനി സാമ്പത്തികമായിട്ട് ഒരുപാട് പിറകിലാണ്, അങ്ങനെയുള്ള കുട്ടികൾ, വികലാംഗ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് വികലാംഗരായുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ വികലാംഗരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് വിദ്യാജ്യോതി. ഇതിങ്ങനെ ചോദിക്കും, ഈ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാണ്? ഭിന്നശേഷി, ട്രാൻസ്ജെൻഡർ, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അവിവാഹിതരായ അമ്മമാർക്ക് സ്നേഹസ്പർശം. അതായത് അവിവാഹിതരായ അമ്മമാർക്ക്, വിവാഹം കഴിക്കാത്ത അമ്മമാരുണ്ടാവില്ലേ, അതായത് വിവാഹം കഴിക്കാതെ അമ്മമാരായവരുണ്ടാവില്ലേ, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നതാണ് സ്നേഹസ്പർശം. അടുത്തത് വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതാണ് ദീപ്തം. അതായത് വിധവകളുടെ കുട്ടികൾക്ക് ഉന്നതപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് ദീപ്തം. 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് വയോമിത്രം. ശ്രദ്ധിച്ചോളൂ, വയോമിത്രം 65 വയസ്സിന് മുകളിലുള്ള, എന്നാലും മുതിർന്ന പൗരന്മാരെന്ന് കണക്കാക്കുന്നത് 60 വയസ്സിന് മുകളിലാണ്. എന്നാൽ വയോമിത്ര പ്രകാരം 65 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്കാണ് ഈ വയോമിത്രം പദ്ധതി വഴി സേവനം ലഭിക്കുകയുള്ളൂ. 18 വയസ്സിന് താഴെയുള്ള ഹൃദയ പാരമ്പര്യ രോഗമുള്ള കുട്ടികൾക്ക് താലോലം. 18 വയസ്സിന് മുകളിൽ 18 വയസ്സിന് താഴെയാണെങ്കിലുള്ള ഇതാണ് ആരോഗ്യകിരണം നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഇനി 18 വയസ്സിന് താഴെയുള്ള ഹൃദയ പാരമ്പര്യ രോഗം, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാരമ്പര്യ രോഗം, ഹൃദയം, അതാണ് നോക്കേണ്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് താലോലം. നഗര ചേരി ആരോഗ്യം. നഗരത്തിലുള്ള ചേരി ആരോഗ്യമാണ്. അതായത് നഗരത്തിൽ ഒരുപാട് ചേരികളൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ കോളനികൾ പോലെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആരോഗ്യം കൊടുക്കുന്ന പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത്. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികൾക്കുള്ളതാണ് മിഠായി എന്ന് പറയുന്നത്. കിഡ്നി ഡയാലിസിസ്, വൃക്ക മാറ്റം, കരൾ മാറ്റം, ഹീമോഫീലിയ, ഇതിനൊക്കെ വേണ്ടിയിട്ട് സമാശ്വാസമാണ്. കിഡ്നി ഡയാലിസിസ്, വൃക്ക മാറ്റം, കരൾ മാറ്റം, ഹീമോഫീലിയ, അതൊക്കെ ഒരുപാട് എന്താ പറയുക, അവർ ഉള്ളിൽ തന്നെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന രോഗങ്ങളാണല്ലേ ഇത്. അതിൻ്റെ വേദന അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ്, ആശ്വാസമേ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു സമാശ്വാസം. ലഹരിക്കെതിരെയാണ് സുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലഹരിക്കെതിരെ ഒന്ന് ബോധം ഉണ്ടാക്കി കൊടുക്കുക. മദ്യവർജന പരിപാടിയാണ് വിമുക്തി. അതായത് നമ്മുടെ ലഹരിൻ്റെ മദ്യങ്ങളൊക്കെ വർജിക്കുന്ന പരിപാടിയാണ് വിമുക്തി. അതായത് ലഹരിക്കെതിരെ സുബോധമാണ്, ശ്രദ്ധിക്കണം, ലഹരിക്കെതിരെ സുബോധവും മദ്യവർജന പരിപാടിയാണ് വിമുക്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം തടയാൻ കൈത്താങ്ങ്. അതായത് അവർ കൈത്താങ്ങ് കൊടുക്കേണ്ട ആർക്കാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം തടയാൻ കൈത്താങ്ങ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സുഭിക്ഷ കേരളം. ഭക്ഷണം സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സുഭിക്ഷ കേരളം. ഇത് ചോദിക്കാൻ സാധ്യതയുമുണ്ട്. 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കോക്ലിയ ഇംപ്ലാന്റേഷൻ. ആ കോക്ലിയ ഇംപ്ലാന്റേഷന്റെ തുടർ ചികിത്സയാണ് ധ്വനി. എന്നാൽ കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്താൻ വേണ്ടിയുള്ളതാണ് ശ്രുതി തരംഗം. ഇനി മനസ്സിലേ, നവജാത ശിശുക്കളിലെ കേൾവി തകരാറാണ് കാതോരം. കേൾവി തകരാറ്, അതിൽ തന്നെ നമുക്ക് കാതോരം എന്ന് കിട്ടും. കുട്ടികളുടെ ഹൃദ്രോഗമാണ് ഹൃദ്യം. കുട്ടികൾക്കൊക്കെ ഹൃദ്രോഗം വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഹൃദ്യം എന്ന് പറഞ്ഞ പദ്ധതി. ഇനി മൊബൈൽ ഹെൽത്ത് ടീമാണ് ശലഭം. മൊബൈൽ ഹെൽത്ത്, അത് ചെറിയ നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശലഭം. മൊബൈലായിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെയും കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കുമല്ലോ. അപ്പം മൊബൈൽ ഹെൽത്ത് ടീമാണ് ശലഭം. തരിശ് ഭൂമിയിൽ പച്ചപ്പ് വെക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. നമ്മുടെ ഹരിത കേരള മിഷന്റെ ഒരു ഭാഗമായിട്ടുള്ള പദ്ധതിയാണ്.
തരിശു ഭൂമിയിൽ പച്ചപ്പ് വയ്ക്കുക, പച്ചത്തുരുത്ത്. ഗവൺമെന്റ് ആശുപത്രികൾ വിപുലീകരിക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അതായത് ഹോസ്പിറ്റലൊക്കെ ഒന്ന് നന്നായിട്ട് മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഭിന്നശേഷി ക്ഷേമത്തിനാണ് അനുയാത്ര. ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. ഭിന്നശേഷി ക്ഷേമത്തിനാണ് അനുയാത്ര പറഞ്ഞിട്ടുള്ള പദ്ധതി. അടുത്തത് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കുഷ്ഠരോഗ നിർമ്മാർജ്ജനമാണ് അശ്വമേധം. കുഷ്ഠരോഗത്തിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അശ്വമേധം. പകർച്ചവ്യാധി പ്രതിരോധമാണ് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധി പ്രതിരോധത്തിനുള്ള പരിപാടി നമ്മുടെ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത എന്ന് പറയുന്നത്. സ്കൂളുകൾ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയാണ് യെല്ലോ ലൈൻ. ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്കൂളുകൾ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് യെല്ലോ ലൈൻ. മാനസിക ആശുപത്രിയിൽ നിന്ന് വിടുതൽ വാങ്ങിയവർക്ക് ഉള്ള പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസിക ആശുപത്രിയിൽ നിന്ന് വിടുതൽ വാങ്ങിയവർക്കുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട്. കലാലയ ലഹരി മുക്ത ക്യാമ്പയിനാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഇത് കോളേജുകളിൽ മാത്രമേ ഉള്ളൂ. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്, അതായത് ലഹരി മുക്ത ക്യാമ്പയിനാണ്. ഷുഗർ പേഷ്യൻസിന് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. അംഗപരിമിതർക്ക് അടിയന്തര സഹായം നൽകുന്ന പദ്ധതിയാണ് പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര സഹായം നൽകുന്ന പദ്ധതിയാണ് പരിരക്ഷ. പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിലേക്കുള്ള യാത്ര സൗജന്യം ആക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിലേക്കുള്ള യാത്ര സൗജന്യമാക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. അതിഥി തൊഴിലാളികളുടെ ചികിത്സയാണ് ആവാസ്. ആവാസ് പറഞ്ഞാൽ അതിഥി തൊഴിലാളികളുടെ ചികിത്സ. ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം. ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം. ടെലിമെഡിസിൻ സേവനം, അതായത് അതാണ് ഇ സഞ്ജീവനി. ടെലിമെഡിസിൻ സേവനമാണ് ഇ സഞ്ജീവനി. അത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിക്കലൊക്കെ നമ്മുടെ മെഡിസിനൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇ സഞ്ജീവനി. മൃതസഞ്ജീവനി പറഞ്ഞാൽ മോഹൻലാൽ അവയവങ്ങളുടെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അവയവങ്ങൾ ശസ്ത്രക്രിയ അതൊക്കെ. പ്രതിരോധ കുത്തിവയ്പ് മിഷനാണ് ഇന്ദ്രധനുസ് അല്ലെങ്കിൽ ഇന്ദ്രധനുഷ്. ഏതാണ് അക്ഷരങ്ങൾ വരുന്നത് നോക്കുക. ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധ കുത്തിവയ്പ് മിഷനാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.